ഫാദർ തോമസ് കൊച്ചോരിയോടൊപ്പം കൂട്ടായി പ്രവർത്തിക്കുവാൻ ലഭിച്ച അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിനും വെളിച്ചമായി എന്നെന്നും നയിക്കുവാൻ കൃപ നൽകണമെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജീവിതം സ്നേഹിക്കുവാനുള്ളതാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമാച്ചൻ്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ സന്യസ്തരുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയുന്നു. സ്വന്തം കുടുംബാംഗങ്ങളിൽ മാത്രം സ്നേഹവും കരുതലും ഒതുക്കി നിർത്താതെ മൊത്തം സമൂഹത്തിനുമായി അത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്ന് തോമാച്ചൻ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നു. ആ വിശ്വാസ ജീവിത വഴിയെ ചരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലായ്പ്പോഴും അവിടുത്തെ വിശുദ്ധരുടെ മധ്യസ്ഥം വഴി ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും അവിടുത്തെ സന്നിധിയിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുവാൻ കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളേ. സഹോദരരെ, നിങ്ങളുടെ ഇവരെ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പ്രിയദാസൻ തോമസ് കൊച്ചേരി അച്ഛൻ ഇക്കത്തിൽ വിശ്വസ്തയോടെ ഈ ദിവ്യകുദാശ അനുഷ്ഠിക്കുവാൻ അങ്ങ് വരമരളിയല്ലോ. പരത്തിൽ ഇദ്ദേഹം ഈ ദിവ്യരഹസ്യങ്ങൾ യഥാർത്ഥമായി ദർശിച്ചാനന്ദിക്കുവാൻ കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ. സർവേശ്വ പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടെ ഞങ്ങൾക്കും സൗഭാഗ്യകരമായ പുനരുത്ഥാനം ഉണ്ടാകുമെന്ന പ്രത്യാശ നിതരാം പ്രസ്പഷ്ടമായി. മരണം നിശ്ചയമെന്ന ചിന്തയാൽ ആകുലരാകുന്നവർക്ക് അമർത്യതയെക്കുറിച്ചുള്ള വാഗ്ദാനം ആശ്വാസമരുളുന്നുവല്ലോ. പിതാവേ, അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിന് അവസാനം ഉണ്ടാകുന്നില്ല, മാറ്റം വരുന്നുവെന്നേ ഉള്ളൂ. ഈ ലോക ജീവിതത്തിലെ ശരീരാലയം തകരുമ്പോൾ പരലോകത്തിലെ അനശ്വര ഭവനം ഞങ്ങൾക്ക് ലഭിക്കുന്നുവല്ലോ. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധ്യക്ഷന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന്
അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആരംഭിക്കുന്നു. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും നിത്യസ്തുതിക്കർഹനായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് സർവ്വവും ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായൊരു ബലി അങ്ങേക്ക് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുമ്പിൽ ശേഖരിക്കുന്നതിൽ അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കഴിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായി അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എൻ്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പിതാവേ, അങ്ങയുടെ ദിവ്യപുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മരണവും മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ സഭ അർപ്പിക്കുന്ന ഈ യാഗം തൃക്കൺ പാർക്കണമേ. ആത്മബലിയാൽ അങ്ങയെ പ്രസാദിപ്പിച്ച് അങ്ങേ പ്രിയപുത്രനെ ദിവ്യബലിയിൽ ദർശിച്ചാലും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിഭൂഷിതരാകുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തുവിന്റെ ശരീരവും ഒരു ആത്മാവുമായി തിരുവൻ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനാഥൻ ഞങ്ങളെ നിത്യമായൊരു കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ കന്യകാമറിയത്തോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹനീയേറിയ രക്തസാക്ഷികളോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ രഞ്ജിപ്പിച്ച ഈ ബലി സമസ്ത ലോകത്തിലും ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ തിരുവനന്തപുരനായ സുസഭാഗ്യപുത്രാപുരത്തിയോടും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുള്ള എല്ലാവരോടും ക്രിസ്തുനാഥൻ അങ്ങേയ്ക്കായി നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിന്റെ അപേക്ഷകളുടെ യാതൊന്നും കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. പിതാവേ, ഈ ലോകത്ത് ഞങ്ങളുടെ മക്കളേക്ക് വിളിച്ച അങ്ങയുടെ ദാസൻ ഫാദർ തോമസ് കോച്ചിരി ഓർക്കണമേ. ക്രിസ്ത്യൻ മരണം പ്രാപിച്ച ഇയാളെ അവിടുത്തെ പുനരുത്ഥാനത്തിനും പങ്കാളിയാക്കണമേ. അങ്ങയുടെ ദിവസത്തിൽ മരിച്ചൊരു മണ്ണിൽ നിന്ന് ഉയർപ്പിക്കുമ്പോൾ മർത്യശരീരം ക്രിസ്തുനാഥന്റെ തേജോമയമായ ശരീരത്തോട് സാരോഗ്യം പ്രാപിക്കുമല്ലോ. ഞങ്ങളുടെ മതികളഞ്ഞ സഹോദരി സഹോദരന്മാർക്കും അങ്ങയുടെ പ്രസാദകൾക്കായി ലോകവാസം കഴിഞ്ഞ ഇവർക്കും സ്വർഗരാജ്യത്തിലെ ദയാപൂർവ്വം പ്രവേശനം കൽപ്പിച്ച് അനുവദിക്കണമേ.
അവിടെ ഞങ്ങളുടെ കണ്ണീരെല്ലാം അങ്ങ് ഒപ്പിയെടുക്കുകയും അങ്ങയുടെ സൗഭാഗ്യത്തിലെല്ലാവരും ഒരുമിച്ച് നിത്യനിർഭയാകുകയും ചെയ്യുമെന്ന പ്രത്യാശയിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. പിതാവേ, ദൈവമായ അങ്ങേ യഥാർത്ഥ രൂപത്തിൽ ഞങ്ങൾ കണ്ടുകൊണ്ട് അങ്ങയോട് സാരൂപ്യം പ്രാപിക്കുകയും സകല അനുഗ്രഹങ്ങളെ നിർച്ചാലായ യേശുക്രിസ്തു വഴി അനവരതം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും നിന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം വരേണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കരുണാപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യ സൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത്യദാനമായ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവെ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളതിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചിടയാലും എന്നു ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിടണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കുർബാന സ്വീകരിക്കുവാൻ പുറകിലുള്ള അല്ലെ പള്ളിയുടെ മുൻവശത്തുള്ളവർ അവിടെ തന്നെ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. വൈദ്യർ അങ്ങോട്ട് കൊണ്ടുവരുന്നവരായിരിക്കും. ജീവിതമോഹങ്ങൾ
രക്ഷാകര കുദാശ സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയുടെ കാരുണ്യം കേണപേക്ഷിക്കുന്നു. ഇഹത്തിൽ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ നിയുക്തനായിരുന്ന പ്രിയപ്പെട്ട തോമസ് കൊച്ചേരി അച്ഛൻ സ്വർഗത്തിൽ ആ ദിവ്യരഹസ്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ കണ്ട് ആനന്ദിക്കുവാൻ കൃപയരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. Archbishop Susapaki, Reverend Fathers, Reverend Sisters, Reverend Brothers, and dear friends. He was a tall, stocky, bald, and clean-shaven priest. He was a bitter critic of globalization in India. He had a booming voice. Friends would often joke that a megaphone was placed in his throat. His voice rose like a rolling thunder. He was a relentless fighter. It was said of him in one issue of India Today that he was often seen wearing a khadi dhoti and standing tall in front of politicians, the police, unions, shipping companies, or anyone who dared to bother his beloved fisher folk or ruined the oceans. That was Father Thomas Kocheri, and we, as his confreres who knew him well in the Redemptorist congregation, would just affectionately call him Tom. Father Tom Kocheri was born on the 10th of May 1940 at Changanacheri in Kerala to Mr. Babachan and Eliamma. He is the fifth in a family of 11 children, 7 boys and 4 girls. He completed his graduation studies in science and then joined the congregation of the Most Holy Redeemer to become a priest in this congregation. But why did he join this congregation in the first place? Tom himself explains this in his brief autobiography. He says that while he was still a student at St. Berkman's College in Changanacheri, എല്ലാവർക്കും കോളേജിൽ പറഞ്ഞതുപോലെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന സ്റ്റേജിൽ വെച്ചൊരു അനുശോചന മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് മഴയാണെങ്കിലും താമസിച്ചെങ്കിലും ആരും പോകരുത്. താമസത്തിനുള്ള ഞങ്ങളുടെ സ്നേഹം പ്രകടമാക്കുന്ന സഹോദരൻ്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോട് ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തരുളട്ടെ. അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇയാളെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥൻ്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ. തിരുസന്നിധി
കാരുണ്യവാനായ പിതാവേ, ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളമേ. Resurrection and the life will raise him up in glory. Then may he forever and ever. Amen. A reading from the Holy Gospel according to St. John. At that time Jesus said, "Do not let your hearts be troubled. You trust in God, trust also in me. In my Father's house there are many places to live in. Otherwise I would have told you. I am going now to prepare a place for you. And after I have gone and prepared, you know the way to the place where I am going." Thomas said, "Lord, we do not know where you are going, so how can we know the way?" Jesus said, "I am the way, I am truth and life." The Gospel of the Lord. Lord Jesus Christ, who said, "I am the resurrection and the life. The man who believes in me will live even if he dies. And every living person who puts his faith in me will never suffer eternal death. He was nourished with your body and blood. Grant him the place at the table of your heavenly kingdom." Amazing grace, how sweet the sound that saved